കൈക്കൂലി വാങ്ങുന്നതിനിടെ മരട് മുനിസിപ്പാലിറ്റിയിലെ റവന്യൂ ഇൻസ്പെക്ടർ പിടിയിൽ. റവന്യൂ ഇൻസ്പെക്ടർ PO സൈജുവാണ് വിജിലൻസിന്റെ പിടിയിലായത്. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിന് 3000 രൂപയാണ് സൈജു കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ. അൽനമ്പ്യാർ, ഈ സൈജുവിനെതിരെ PO സൈജുവിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. തുടർച്ചയായി തന്നെ കൈക്കൂലി, അതായത് നിർബന്ധപൂർവ്വം ആളുകളോട് പണം വാങ്ങുന്നത് ഇയാളുടെ ഒരു ശീലം തന്നെയായിരുന്നു. പല ആളുകളും പരാതിപ്പെടുകയും ചെയ്തു. എന്നാൽ അപ്പോഴൊന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നൊന്നും നടപടി ഉണ്ടായില്ല എന്നൊരു പരാതിയാണ് ഉയർന്നത്. തുടർന്നാണ് 3000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട ഘട്ടത്തിൽ വിജിലൻസിനെ സമീപിച്ചു. ഈ 3000 രൂപ വാങ്ങുമ്പോൾ അത് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിന് വേണ്ടിയായിരുന്നു പണം ആവശ്യപ്പെട്ടത്. തുടർന്ന് ആ പണം കൈമാറുന്ന ഘട്ടത്തിലാണ് വിജിലൻസ് ഡിവൈഎസ്പി, എറണാകുളം ഡിവൈഎസ്പി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നതും വിജിലൻസ് സംഘം സൈജുവിനെ പിടികൂടുകയും ചെയ്യുന്നത്. അവിടെ വലിയ പ്രതിഷേധം ആ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തു. BJP പ്രവർത്തക സ്ഥലത്ത് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു. അവർ ആരോപിക്കുന്നത് നഗരസഭകളെല്ലാം തന്നെ പല തദ്ദേശ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ അഴിമതിയുടെ കേന്ദ്രങ്ങളാണ്. മരട് നഗരസഭയിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ നിരവധി പരാതികൾ ഉയർന്ന ഘട്ടത്തിൽ പോലും നടപടി സ്വീകരിച്ചില്ല. പരാതികൾ തനിക്കെതിരെ ഉണ്ടാകുന്നു എന്ന് അറിയുമ്പോൾ പോലും ആ കൈക്കൂലി വാങ്ങുന്നതിൽ ഒന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാകാത്ത ഉദ്യോഗസ്ഥനായിരുന്നു സൈജു എന്ന ഒരു ആരോപണമാണ് പ്രധാനമായും അവർ ഉയർത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന ഒരാവശ്യം ഉയർത്തിക്കൊണ്ടാണ് സ്ഥലത്ത് പ്രതിഷേധം അവർ സംഘടിപ്പിക്കുകയും ചെയ്തത്. 3000 രൂപ കൈക്കൂലിയാണ് ഇവിടെ ആവശ്യപ്പെട്ടിരുന്നത് എങ്കിൽ പല ഘട്ടങ്ങളിലായി പലരോടും കൈക്കൂലി ഇത്തരത്തിൽ വാങ്ങി എന്നതിൻ്റെ വിവരങ്ങളും തെളിവുകളും എല്ലാം തന്നെ വിജിലൻസ് ശേഖരിക്കുകയും ചെയ്തു. തുടർന്നാണ് സൈജുവിനുമായി വല വിരിച്ചതും കൈക്കൂലി വാങ്ങുമ്പോൾ കൃത്യമായ തെളിവുകളോടുകൂടി തന്നെ അന്വേഷണ സംഘത്തിന്റെ പിടിയിലാവുകയും എല്ലാം തന്നെ ചെയ്തത്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വിജിലൻസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇയാൾ മുമ്പ് ജോലി ചെയ്തിരുന്ന മറ്റു സ്ഥലങ്ങളിൽ അവിടെ എല്ലാം തന്നെ ഇത്തരത്തിൽ സമാനമായ കൈക്കൂലി വാങ്ങി അനധികൃതമായ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇയാളുടെ അനധികൃത സ്വത്ത് സമ്പാദനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നതിലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് വിജിലൻസ് കടക്കുകയാണ്. കൈക്കൂലി വാങ്ങുന്നതിനിടെ മരട് മുനിസിപ്പാലിറ്റിയിലെ റവന്യൂ ഇൻസ്പെക്ടർ പിടിയിൽ. റവന്യൂ ഇൻസ്പെക്ടർ PO സൈജുവാണ് വിജിലൻസിന്റെ പിടിയിലായത്. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിന് 3000 രൂപയാണ് സൈജു കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.